നമുക്ക് ഭഗവാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോയാലോ? ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഗുരുവായൂർ പോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ അമ്മയും വല്യമ്മയും വല്യച്ഛനും ഉണ്ട്. വല്യമ്മയുടെ വീട്ടിൽ നിന്നും ഗുരുവായൂർ വരെ കാറിലാണ് ഞങ്ങൾ പോകുന്നത്. പുറത്ത് നല്ല മഴയൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരിലേക്ക് എത്തിയേ. ഗുരുവായൂർ എൻ്റെ ഫേവററ്റ് പ്ലേസുകളിൽ ഒന്നാണ്. ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്കൊരു പോസിറ്റീവ് കാമാവും. ഗുരുവായൂർ എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ്. കണ്ണനെ കാണാൻ പോകുമ്പോൾ കണ്ണന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടേ. കണ്ണന് കൊടുക്കാനുള്ള മാല വാങ്ങിയത് നമ്മൾ ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ്. ചേട്ടൻ എന്നെയോ ഞാൻ ചേട്ടനോ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ സ്നേഹത്തോടെ എനിക്ക് ചേട്ടൻ പൂവൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ മുല്ലപ്പൂവും ഞാൻ തലയിൽ ചൂടി. ഇന്നെന്തോ രാവിലെ മുതൽ ഭയങ്കര മഴയായിരുന്നേ. അതുമാത്രമല്ല ഇന്ന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇതാണ് ആ ചേട്ടൻ്റെ കട. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര തിരക്കായിരുന്നു. തിരക്കിനിടയിലും ഇവിടെ ഒരു സമാധാനമുണ്ട്. അതാണ് ഗുരുവായൂരിൻ്റെ ഭംഗി. ഇവിടെ വന്നാലൊരു പ്രത്യേക സമാധാനവും ഭക്തിയും സന്തോഷം നിറഞ്ഞൊരു ഫീലാണ്. അതൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. ചില സ്ഥലങ്ങളിൽ പോയാൽ നമുക്കൊരു പോസിറ്റീവ് കാമാവും. ഗുരുവായൂർ എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ്. അങ്ങനെ ക്ലോക്ക് റൂമിൽ കയറി നമ്മൾ ഫോണും പേഴ്സും ഒക്കെ വെച്ചു. ഇന്ന് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുവാനായിട്ട് പോവുകയാണ്. ഈ തിരക്കിനിടയിലും നല്ല ശ്രദ്ധയോടുകൂടി വേണം വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. ഈ തിരക്കിനിടയിലും ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ഭക്തിയും സമാധാനവും തന്നെയാണ്. ചില നിമിഷങ്ങൾ, സ്ഥലങ്ങൾ വാക്കുകൾ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയാൻ പറ്റൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ ഭഗവാനെ നേരിട്ട് കണ്ട് തൊഴുവാൻ സാധിച്ചു. അങ്ങനെ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയാണ് ഞങ്ങൾ. ദർശനമൊക്കെ കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു നിറവും സന്തോഷവും ഒക്കെ തോന്നി. പിന്നെ അമ്പലത്തിൽ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ. ഇവിടുത്തെ അരങ്ങേറ്റമൊക്കെ നടക്കുന്നുണ്ട്. ഗുരുവായൂർ വന്നാൽ ചുറ്റും നടന്ന് കാണാതെ പോകാൻ എങ്ങനെ കഴിയല്ലേ. പിന്നെ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാലേ പിന്നെ എല്ലാത്തിനും അവിടെ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാം ഒരു ദൈവികമായ അങ്ങനെയൊക്കെ പോലെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ പോവാണേ. തിരികെ ഞങ്ങൾ കാറിനുള്ളിലൊക്കെ കയറി ഇനി തിരികെ വീട്ടിലേക്ക് യാത്ര. ഓം നമോ നാരായണ. അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലായിട്ട് ഞാവൽപ്പഴം വിൽക്കുന്ന കണ്ടേ. അങ്ങോട്ടേക്ക് പോകുമ്പോഴേ ഞാൻ നോട്ട് ഇട്ട് വെച്ചിരുന്നതാണ് തിരികെ വരുമ്പോൾ എന്തായാലും ഞാവൽപ്പഴം വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ ചേച്ചിയമ്മ വിട്ട് ഞാവൽപ്പഴം വാങ്ങിച്ച്. ഞാൻ പണ്ട് ചെറുപ്പത്തിലെങ്ങാണ്ട് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മയുണ്ട് എനിക്ക്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാവലിന് ടേസ്റ്റൊക്കെ കിട്ടി. നിങ്ങൾക്ക് ഞാവൽപ്പഴം റംബൂട്ടാനൊക്കെ ഇഷ്ടമുള്ളവരാണോ? ഞാനിത് ഫസ്റ്റ് ബൈറ്റ് എടുത്തപ്പോൾ തന്നെ കയ്പ്പാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുരുവും കൂടെയാണ് കഴിച്ചിരിക്കുന്നത്. പിന്നീട് കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഗുരുവായൂർ വ്ളോഗ് ഇഷ്ടമായോ? ഈ വ്ളോഗ് ഫുള്ള് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഇന്ന് ഗുരുവായൂരൊക്കെ പോയി നല്ല മനസ്സ് നിറഞ്ഞൊരു ദിവസമായിരുന്നു. അപ്പോൾ ബൈ ഫ്രം ഗുരുവായൂർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.